എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറച്ച് ഇമോഷണൽ ആവുമെന്ന് എനിക്ക് സംശയം, അതുകൊണ്ട് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് വിചാരിക്കണം. ഞാനിത് 80കളിൽ എപ്പോഴാണ് മാതൃഭൂമിയിൽ വന്നിട്ടുള്ള ഒരു കവിതയാണ് മരണത്തെക്കുറിച്ചൊരു അമൂർത്ത പഠനം. അപ്പം അന്ന് ഞാൻ അത് കണ്ടു, അത് വായിച്ചു, ആദ്യമായിട്ട് വായിച്ചു, അന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്തു. പിന്നെ അത് മിസ്സായിപ്പോയി, എങ്ങനെയോ ഇതായി. പിന്നെ ഈ അടുത്ത കാലത്ത് ഈ ഫേസ്ബുക്കും എല്ലാം കൂടി ആയപ്പോൾ കിട്ടിയപ്പോഴാണ് വീണ്ടും അത് ചെയ്തത്. അപ്പം ഈ പറഞ്ഞ പോലെ ഇദ്ദേഹം അവസാന കാലത്തിൽ എപ്പോഴോ എഴുതിയതായിരിക്കണം ഇത് എന്ന് തോന്നുന്നു. അപ്പം ഞാൻ ആദ്യം എൻ്റെ മൂലകൃതി വായിക്കാം. ഒരു മീൻകൂർ ജാതി. മരണത്തെക്കുറിച്ചൊരു അമൂർത്ത പഠനം. സിസ്റ്റർ, സ്ട്രെച്ചറിൽ ഞാൻ അർദ്ധനിദ്രയിൽ നിങ്ങളാൽ നീതനായി ഇങ്ങോട്ട് പോരവേ, പിന്നെ പാതി മിഴിയും തുറന്നു കിടക്കവേ, എൻ്റെ തലയിലഴുകും മണമായി, കാൽക്കൽ നിഴലായി, വാതിലിൽ ചൂടായി, പേപ്പട്ടിതൻ ലാലയൊഴുകുന്ന നാവിലെ ക്രൂര പിപാസയായി, മൂകമാമേതോ യുഗാന്തര ദൈന്യമായി പരുങ്ങി നടന്ന കോമാളിയെ കണ്ടുപോ. ഇത്തിരി മുമ്പാണ് ഡോക്ടർ വന്നെൻ്റെ നെഞ്ചിൽ കരം വെച്ച് കുഴൽ വെച്ച് അടുത്തിരുന്ന് ഓരോ തമാശകളോതവേ, വെള്ളച്ചിറകുകൾ വിടർത്തി പറക്കുവാൻ ഊന്നുമൊരരയെണ്ണ പിട പോലെ നോവിനെ കുത്തിപ്പിളർക്കും സിറിഞ്ചുമായി, കഴിവു തിളങ്ങും വിഴികളുമായി ചാരത്തു നീ നിന്നിരുന്നപ്പോൾ അഴുകുന്ന കലകൾ തൻ മണവും പിടിച്ചവൻ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. എനിക്കവൻ പഴയ ചെങ്ങാതി. വാർഡുകൾക്കിടയിലെ മൂകതയിൽ, ഇല്ലെങ്കിൽ ഓക്സിജൻ കിറ്റിനു പിന്നിൽ, കത്തിയിൽ, ക്ലിപ്പുകളിൽ, ഫോർസെപ്സിൽ രുഗ്ണമാം കലകളെ തേടുന്ന കത്രികത്തുമ്പിൽ ഒരു നിഴലായി അലയുകയാം അവൻ. കരുതിയിരിക്കണം സിസ്റ്റർ, നമ്മൾ ഓരോന്ന് പറഞ്ഞിരിക്കുമ്പോൾ അടുത്ത വഴിയിലെ 4ാം കിടക്കയിൽ അതാ നോക്കൂ, ആ കോമാളി കുനിഞ്ഞു നിൽക്കുന്നു. തലയിൽ മുറിവേറ്റൊരാ കാതൽ പോലുള്ള ചെറുക്കൻ്റെ മുറിവിൽ മുഖമമർത്തി നിൽപ്പൂ. നോക്കുക, അണപൊട്ടി തള്ളുന്നു കണ്ണീർ. ഹാ, ചതിച്ചു. ആ ലഘുപ്രാണനെ ഊറ്റിക്കുടിച്ച് വളിച്ച ചിരിയുമായി അവനതാ വാർഡ് വിട്ടോടുന്നു. സിസ്റ്റർ, നിങ്ങൾക്ക് ഇതുകൂടി കാണുവാനുള്ള മിഴി ലഭിച്ചെങ്കിൽ ഈ സേവനലതയുടെ മണമുള്ള പൂവായി അത് വിടർന്നേനെ. അഥവാ ഇതറിയിക്കാതിരിക്കലാവാം മഹത് അനുഗ്രഹം. ജീവന്റെ ഈണങ്ങൾ തളരുവതും ഉയരുവതും ഏതു തരംഗദൈർഘ്യത്തിലെന്നാരറിഞ്ഞു. ഇടയുന്ന ജീവനും പ്രാചീനനാകും ഈ കോമാളിയും, അജ്ഞമാമീ സ്നേഹവും മാത്രം അനന്തമാം സത്യം. കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഇനി എന്താ ഇത് എൻ്റെ പരിഭാഷ ഒരു കൊല്ലം മുമ്പേയാണെന്ന് തോന്നുന്നു. ഈ മലയാളം സാഹിത്യ അക്കാദമിയുടെ മലയാളം ലിറ്റററി സർവേ ഇതിൽ വന്നതാണ്. ഇത് 23 ഏപ്രിൽ ജൂൺ കാലത്ത് വന്നതാണ്. Death, a study in abstracts. എല്ലാം കത്താണ്. Sister, as I came here, semi-conscious,
led by you in the stretcher, and then by lying in the bed, eyes half closed. Did you see the lurking clown as a string by my head, as a shadow at my feet, as a heat at the door, as the sinister craving of a mad dog with its foaming mouth, as a silent war across the ages? A little earlier, as the doctor put his hand with the stethoscope on my chest and sat uttering jokes one by one after another. And as you stood by my side like a swan beating up its wings, white wings, mercy sparkling in your eyes, with the syringe that pierces the pain, he was here, sniffing at the decaying wounds. He is my old friend. In the silence between the wards or behind the oxygen kit, in the knife, clips, forceps, over at the tip of the scissors that seek the open wounds, waiting for a blunder. An error in the darkness of a bar cut, he is roaming around as a shadow, as a rotten stink. Take care. Sister, as we go on chatting, there look at the fourth bed in the next row, that clown is stooping over an ebony like you, pressing his face against the youth's head wound. See the tears running in his eyes. Alas, it is over. There he is escaping from the ward with a dirty sneer, sucking out the little life. Sister, if you had the eyes to see these two, they could have bloomed like sweet-scented flowers on the vines of your service. Or perhaps it might be again blessing not to know this. Who knows the wavelength in which life's tunes rise and fall? The rhythm of life, this primitive clown and this unknown love and the eternal truth. Thank you. ഒരു ഇതിൻ്റെ ഒക്കെ ഇതും കൂടി ഒന്ന് പറഞ്ഞേക്കാം. അതിൻ്റെ ഒരു കാര്യം ഇത് പബ്ലിഷ് ചെയ്യാൻ കൊടുക്കുമ്പോൾ ഇവരുടെ പെർമിഷൻ വേണമായിരുന്നു. അപ്പോൾ യാദൃച്ഛികമായിട്ട് ഞങ്ങളുടെ അടുത്തൊരു വീട്ടിൽ ഇവരെ ഒരു കല്യാണത്തിൻ്റെ ഇവരെ അവിടേക്ക് കൊടുത്ത് അങ്ങനെ ഉള്ളൊരു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനെ കാണാൻ, ശ്രീദേവിക്കാരനെയും കാണാൻ പറ്റി, മകനെയും കാണാൻ പറ്റി. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർ, ഞാൻ ഇതൊക്കെ അയച്ചു, അവർ അതിൻ്റെ ഇത് തന്നു, പെർമിഷൻ തന്നു. അങ്ങനെയാണ് ഇവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ടായത്. സാഹിത്യ. താങ്ക് യു.